ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ 1 ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാദമി. യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ. എയർവിൻ അക്കാദമി. കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, സുഹറ ആർകെ, ആറാട്ട് റോഡ്, കണ്ണൂർ. ഫോൺ 8138034433. കേരളത്തിലെ രാജ്യസഭാ സീറ്റുകൾ വീതം വെച്ചതിൽ LDFും UDFും ന്യൂനപക്ഷ പ്രീണനം നടത്തി എന്നാരോപിച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ഇടതുപക്ഷവും ന്യൂനപക്ഷ പ്രീണനം പ്രധാന അജണ്ടയാക്കിയിരിക്കുകയാണ് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഒരു പ്രമുഖ പത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. CPMും CPIയും ഇപ്പോൾ നേരിടുന്നത് ഗുരുതരമായ അസ്തിത്വ പ്രശ്നമാണ്. എന്നാൽ അവർ ഇത് ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. അതിന്റെ തെളിവാണ് LDFന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി നിർണയം. രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം ന്യൂനപക്ഷങ്ങൾക്ക് സംവരണം ചെയ്തതുപോലുള്ള നയങ്ങളുമായി CPMും CPIയും മുന്നോട്ടു പോവുകയാണെങ്കിൽ കാര്യങ്ങൾ കൈവിടും എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഇക്കാര്യം മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ പിന്നാക്ക വിഭാഗങ്ങളുടെ വോട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റായി അവരുടെ പക്കലുണ്ടാകുമെന്നും അല്ലെങ്കിൽ കരുവന്നൂർ ബാങ്കിന്റെ അവസ്ഥയിലാകുമെന്നും വെള്ളാപ്പള്ളി നടേശൻ മുന്നറിയിപ്പ് നൽകി. കേരളത്തിലെ ന്യൂനപക്ഷ വോട്ട് UDFിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള ആവേശത്തിൽ LDF പിന്നോക്ക വിഭാഗങ്ങളെ അവഗണിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ കാലവും ഈഴവരടക്കമുള്ള പിന്നാക്ക സമൂഹം, പട്ടികജാതി വർഗ വിഭാഗങ്ങളും കാൽക്കീഴിൽ കിടക്കുമെന്ന ധാരണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തോടെ പൊളിഞ്ഞു എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. CPIയുടെ സീറ്റ് മുസ്ലിമിനും CPMന്റേത് ക്രൈസ്തവനും വിളമ്പി. UDF ആണെങ്കിൽ പതിവ് പോലെ തന്നെ മുസ്ലിം ലീഗിനെ സമർപ്പിച്ചു എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രതികരണം. രണ്ട് മുന്നണിയിലും ഭൂരിപക്ഷ സമുദായം പടിക്ക് പുറത്തായി എന്നും ഈ യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞതിനാലാണ് ഇപ്പോൾ ചില മുസ്ലിം സംഘടനകളും നേതാക്കളും SNDP യോഗത്തെയും തന്നെയും വർഗീയ പട്ടം ചാർത്തി ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈഴവരാതി പിന്നാക്കക്കാരും പട്ടികജാതി പട്ടികവർഗക്കാരുമായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ ഇടതു പാർട്ടികളുടെ രക്തവും മാംസവും മജ്ജയും മസ്തിഷ്കവുമെല്ലാം. ജീവിതകാലം മുഴുവൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരെ അവഗണിച്ച് ഇന്നലെ വന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പാർട്ടി പദവികളിൽ ഡബിൾ ട്രിപ്പിൾ പ്രമോഷനുകൾ നൽകി എന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി. ഇത്തവണ BJP ശക്തമായ നിലയിലെത്തിയെങ്കിലും LDFന് ഇനിയും തിരിച്ചുവരവിന് സമയമുണ്ട്. പിന്നാക്ക വിഭാഗങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കുക എന്ന ഒറ്റമൂലിയാണ് അതിനുള്ള ഏക പ്രതിവിധിയെന്നും വെള്ളാപ്പള്ളി അവകാശപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ മിറർ.